ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിനീഷ്. എൻ്റെ ചാനലിൻ്റെ പേര് മല്ലു വൈ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ വീഡിയോ കാണണം, ഫുള്ള് കാണണം. ഇപ്പോൾ ഈ ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ വാക്സിനെ പറ്റിയൊരു എക്സ്പ്ലനേഷനാണ്. ഞാൻ വാക്സിൻ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ മുന്നത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലേ, കാണണം. എൻ്റെ പേജ് എടുത്ത് ഓപ്പൺ ചെയ്ത് കാണണം. ഞാൻ ഫാമിൻ്റെ റിലേറ്റഡ് ബ്രോയിലർ ഫാമിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഞാനിപ്പോൾ ഫാമിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. നമ്മൾ ഷെഡൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, 4 ഷെഡ്, 4 ഫാമുകളുള്ളതൊക്കെ. ഇതാണ് വെളിയിലെ വ്യൂ. 4 ഫാം, 4 ഷെഡ്. നമ്മളിതിപ്പോൾ സൈലോ, ഇതിനകത്തോട്ട് ഫീഡ് നമ്മളകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഈ മെഷീൻ വഴി ഫീഡ് ഈ സൈലോയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. കോഴിക്ക് ആവശ്യമുള്ള ഫീഡ് ആ സൈലോ വഴി നമ്മൾ അകത്തോട്ട് ചെല്ലും. അതൊരു സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്ത് അകത്തോട്ട് ചെല്ലും. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നെ വേറെ വീട്ടിൽ ഞാൻ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഈ ഡീറ്റെയിലും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് നേരെ വാക്സിൻ ഇന്നത്തെ അത് കാണാം, എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഇത് വാക്സിൻ എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പം ഇതാണ് നമ്മളിവിടുത്തെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ലൈനും കാര്യങ്ങളെല്ലാം. ഇതിപ്പോൾ വാക്സിൻ നമ്മളിനകത്ത് ഓൾറെഡി ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാൾവ്. ഫസ്റ്റ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നതിന് മുന്നേ ഏകദേശം ഒരു 2 മണിക്കൂർ മുന്നേ നമ്മൾ വാൾവെല്ലാം ക്ലോസ് ചെയ്യണം. കോഴിയൊക്കെ വാക്സിൻ എത്തുന്നതിന് മുന്നേ 2 മണിക്കൂർ മുന്നേ. ഇത് ഇവിടെ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ പറയുന്നത്. 2 മണിക്കൂർ മുന്നേ നമ്മൾ വാൾവ് ക്ലോസ് ചെയ്യും. അതിനുശേഷം നമ്മൾ വാക്സിനെല്ലാം വെള്ളത്തിൽ അപ്ലൈ ചെയ്യും. ഇതിപ്പം ഈ ബക്കറ്റിനകത്ത് ഏകദേശം 20 ലിറ്റർ ബക്കറ്റുണ്ട് ടോട്ടൽ. ഏകദേശം 3/4 പോർഷൻ നമ്മൾ ഈ വാക്സിനാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. വാക്സിൻ എന്ന് പറയുമ്പോൾ വാക്സിൻ ടാബ്ലറ്റ്. ഇത് നമ്മൾ ഏകദേശം 20 ലിറ്റർ വെള്ളത്തിൽ 3/4, അതായത് ഈ ബക്കറ്റിൻ്റെ 3/4 ഭാഗം നമ്മളിപ്പോൾ വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ വാക്സിൻ ടാബ്ലറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. വാക്സിൻ ടാബ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ടാബ്ലറ്റ്. അതെ, ഇതാണ് വാക്സിൻ ടാബ്ലറ്റ്. ഇതാണ് നമ്മളതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെയാണ് പിന്നെ വാക്സിൻ മിക്സ്. ഇന്നത്തെ ദിവസം ഗംഭീര വാക്സിൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്ത വാക്സിൻ ഗംഭീരം. ഇതാണ് വാക്സിൻ. ഇതിപ്പോൾ 1000 ഡോസ് വെച്ച് ഏകദേശം ടോട്ടൽ നമുക്ക് 38,000 ബേർഡ്സ് ഉണ്ട്. അപ്പം 38,000 ഡോസ് ഉണ്ട്. അപ്പോൾ ഇതാണ് 38,000 പീസസ്. 38 × 1000 അങ്ങനെയാണ് നമ്മളിപ്പം വാക്സിൻ മിക്സ് ചെയ്തിരിക്കുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അകത്തോട്ട് കാണാം. പിന്നെ ഡോസർ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്. ഡോസർ നമുക്ക് ഇപ്പം 1%, 1.5, 2% അങ്ങനെ. 1% എന്ന് പറയുമ്പോൾ 1 ml ഈ പോക്കറ്റിൽ നിന്ന് പോകുന്ന വാക്സിനും പിന്നെ 100 ml. അപ്പോൾ 1%, 1.5, 2% അങ്ങനെ. അപ്പം 1% എന്ന് പറയുമ്പോൾ 1% നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്, അതായത് 1 ml വാട്ടർ ഇതിൽ നിന്ന് 100 ml ആയിട്ട് പ്ലെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും കോഴിയൊക്കെ ചെല്ലുന്നത്. ഇപ്പോൾ 1.5 കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട്. പിന്നെ 2% കൊടുക്കുമ്പോഴത്തേക്ക് 50 ml പ്ലെയിൻ വാട്ടർ വിത്ത് 2 ml മെഡിസിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് പോകും. ഇപ്പോൾ 100 ml അങ്ങനെ കൊടുത്തിരിക്കുന്ന ഡോസേജ് സെറ്റിങ്സ്. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ വെച്ചാൽ ആദ്യം നമ്മൾ ഈ അകത്തുള്ള പ്ലെയിൻ വാട്ടറെല്ലാം നമ്മൾ ഫ്ലാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും അതിന് മുന്നേ നമ്മൾ ഈ വാട്ടർ ലൈനെല്ലാം പൊക്കി വെക്കും. മൊത്തത്തിൽ വാട്ടർ ലൈനെല്ലാം പൊക്കി വെച്ചിട്ടാണ്, എല്ലാ വാട്ടർ ലൈനും പൊക്കി വെച്ചിട്ട് നമ്മൾ വെള്ളം ഫ്ലാഷ് ചെയ്ത് കളയും. അതായത് അകത്തുള്ള പ്ലെയിൻ വാട്ടർ ഉണ്ടായിരുന്നല്ലോ മുന്നേ കുടിച്ചുകൊണ്ടിരുന്ന ആ വാട്ടറെല്ലാം നമ്മൾ ഫ്ലാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ വാക്സിൻ നമ്മൾ അകത്തോട്ട് ഇപ്പം വാക്സിനെല്ലാം നമ്മൾ റെഡി ആയിട്ട് വെച്ചിരിക്കും. കോഴിക്ക് കുടിക്കാനുള്ള റെഡി ആയിട്ട് ആ സ്റ്റേജിലാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഓൾറെഡി അവിടെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ സ്റ്റണ്ട് സ്റ്റാഫുകൾ ഇപ്പം ഇവിടെ ഉണ്ട്, 2 പേര്. ഒരാളെയാണ് നമ്മളിപ്പം ഒരു ഷെഡിൽ ഇടുന്നത്. ഇപ്പോൾ വാക്സിൻ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2-3 പേരെ ഇടും. കാരണം വാട്ടർ നമ്മൾ ഈ പൈപ്പിൽ കളയാൻ വേണ്ടി ബക്കറ്റിൽ എടുത്തവർ കളയും പ്ലെയിൻ വാട്ടർ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ ഇപ്പോൾ 2 പേരുണ്ട് ഇവിടെ ഫാമിൽ. ഇതിപ്പോൾ നമ്മൾ 17 ഡേയ്സിൻ്റെ വാക്സിനാണ് ഗംഭീര വാക്സിൻ കൊടുക്കുന്നത്. 17 ദിവസത്തിലുള്ള വാക്സിനാണ് കൊടുക്കുന്നത് ഗംഭീര. നമുക്ക് 3 വാക്സിനായിട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ 7ാമത്തെ ദിവസം ഒരു വാക്സിൻ, പിന്നെ 17 ദിവസം ഒരു വാക്സിൻ, പിന്നെ 24ാമത്തെ ദിവസം ഒരു വാക്സിൻ, 23ാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം. അങ്ങനെ 3 വാക്സിനാണ് കൊടുക്കുന്നത്.
ആദ്യം 7ാമത്തെ ദിവസം കൊടുക്കുന്ന സെയിം വാക്സിൻ തന്നെയാണ് 23rd ഡേയിലും കൊടുക്കുന്നത്. അതിവിടെ MA5 ക്ലോൺ 30 എന്ന് പറയും ഒരു വാക്സിൻ. പിന്നെ ഇപ്പോൾ കൊടുക്കുന്നത് ഗുംബോരോ എന്ന് പറയുന്നൊരു വാക്സിനാണ്. അത് മസാലയാണ്, അത് മസാല, നമ്മളൊരു സ്റ്റാഫാണ്. ഇത് കാണുന്നുണ്ട് അവിടെ നിന്ന്. അവിടെ അല്ല ആട്ടോ, അവിടെ ആ പൈപ്പിൽ നിന്ന് എടുക്കുക, ബക്കറ്റിൻ്റെ എടുത്ത് ഇവിടെ നിന്നുള്ള വെള്ളം റെയിൻ വാട്ടർ മൊത്തം കളഞ്ഞിട്ട് വാക്സിൻ്റെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് റെഡിയാക്കി വെക്കും നമ്മൾ. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തുണ്ട്. ഇപ്പോൾ ഈ സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രഷർ കൂടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെള്ളം കളയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വെള്ളം ഫ്ലാഷ് ചെയ്ത് കളയുന്നത്. കാരണം നമ്മൾ ഈ പ്ലെയിൻ വാട്ടർ മുന്നേ ഈ ഡ്രിങ്കർ ലൈനകത്ത് ഇരുന്ന പ്ലെയിൻ വാട്ടർ നമ്മളിത് കളഞ്ഞ് വാക്സിൻ റെഡിയായിട്ട് വെക്കുന്ന ആ ഒരു ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ ഇപ്പം വാട്ടർ കളയുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുത്തതാണ്. ഇപ്പോൾ വീഡിയോ ഞാൻ ഈ ഫാസ്റ്റിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് വെള്ളം അത് വാക്സിൻ വരുന്നവരെ നമ്മൾ കാത്തിരിക്കും. വാക്സിൻ്റെ അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അടുത്ത ലൈനിലേക്ക് പോകും. അത് ഇതുപോലെ കളഞ്ഞ് ഫ്ലാഷ് ചെയ്ത് കളയും. വാട്ടർ ഏകദേശം വന്നു തുടങ്ങി. അതിൻ്റെ വാക്സിൻ്റെ ഇത് വന്ന് ഇനിയും നമ്മൾ ക്ലോസ് ചെയ്യും. അവിടെ സെൻറ്ററിൽ നമ്മൾ അതുകൊണ്ട് നമുക്ക് പ്രഷർ കൂട്ടി വെള്ളം കളയാനുള്ള, അപ്പോൾ അതവിടെ പറഞ്ഞവിടെ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇതായി ക്ലോസ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഓരോ ലൈനിൽ ഇതുപോലെ ചെയ്യും. അങ്ങനെ കോഴികൾക്ക് വാക്സിൻ കുടിക്കാനുള്ള സമയം ഇരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്ത് അങ്ങനെ നേരത്തെ കാണിച്ച കണക്ക് നമ്മൾ റെഡിയാക്കി വാക്സിൻ റെഡിയാക്കി ഡ്രിങ്കർ ലൈൻ സെറ്റാക്കി വെച്ചിരിക്കുക. ഇനിയിപ്പം ആ ഡ്രിങ്കർ ലൈൻ താഴേക്ക് കോഴിയുടെ ലെവലിലേക്ക് കുടിക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ നീക്കുവാണ്. നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് അങ്ങറ്റത്തെ ഒരു ലൈൻ നമ്മളിപ്പോൾ താഴ്ത്തിയിട്ടുണ്ട്. അടുത്ത താഴ്ത്തുന്നു. ഇപ്പം കോഴികൾ ദാഹിച്ചിരിക്കുക, കാരണം 2 മണിക്കൂർ വെള്ളം കിട്ടിയിട്ടില്ല. അപ്പം ഫീഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക ആ സമയം. അപ്പോൾ അത് പെട്ടെന്ന് എല്ലാ കോഴികൾക്കും ആ വാക്സിൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2 മണിക്കൂർ ക്ലോസ് ചെയ്ത് വെക്കുന്നത് വാട്ടർ. അപ്പോഴത്തേക്ക് ഇപ്പം അതെല്ലാവരും വന്ന് കോഴികൾ മാക്സിമം ഒന്ന് കുടിച്ച് വാക്സിൻ ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ വാക്സിൻ കമ്പൽസറി ആയിട്ട് തീർക്കാൻ ശ്രമിക്കണം. വാക്സിൻ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണ്. പിന്നെ അത് വേറെ എന്തെങ്കിലും കുഴപ്പമായിട്ട് വരും. കണ്ട കോഴികൾ ആർത്തിയോടെ കുടിക്കുന്നുണ്ട. ഏകദേശം ആ ബക്കറ്റിൽ ഏകദേശം നമ്മൾ നേരത്തെ കാണിച്ച ബക്കറ്റിൽ 20 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബക്കറ്റാണത്. അതിനകത്ത് നമ്മൾ ഏകദേശം വേറൊരു ബക്കറ്റുണ്ട്, മെഡിസിൻ വെക്കുന്ന വേറെ സെപ്പറേറ്റ് ബക്കറ്റുണ്ട്. അതിനകത്ത് ഒഴുകത്തില്ല വാക്സിൻ, നമ്മൾ ഇതിനകത്തോട്ടാകും. അപ്പോഴത്തേക്ക് ഇതിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്ത് വാക്സിൻ കഴിഞ്ഞ ഉടനെ നമ്മൾ വിറ്റാമിൻ കോഴിയെ കൊടുക്കണം. അപ്പോൾ ആ മെഡിസിൻ ബക്കറ്റ് നമ്മൾ റെഡിയാക്കി വെക്കും, വിറ്റാമിൻ എല്ലാം സെറ്റാക്കി വെക്കും. വാക്സിൻ കഴിഞ്ഞ ഉടനെ നമ്മൾ വാക്സിൻ എല്ലാം കളഞ്ഞിട്ട് ലൈനിലുള്ള വാക്സിനിൽ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വിറ്റാമിൻ സെറ്റാക്കും. പിന്നെ ഈ വാക്സിൻ തീർന്നതിന് ശേഷം ഏകദേശം നമ്മളിപ്പോൾ വാക്സിൻ കൊടുക്കുന്ന ആ ബക്കറ്റിനകത്ത് ഏകദേശം എന്ന് വെച്ചാൽ ഒരു 50 ലിറ്റർ വെള്ളം കാണും. 14 to 15 ലിറ്റർ 15 ലിറ്റർ വെള്ളമുണ്ട് അതിനകത്ത്. 15 ലിറ്റർ വെള്ളമെന്ന് വെച്ചാൽ ഏകദേശം 14 ലിറ്റർ വെള്ളമെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ 14
ലിറ്ററിൽ നിന്ന് ഇൻറ്റു 1000 ഏകദേശം കാരണം നമ്മൾ 2 മണിക്കൂർ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഏകദേശം 1400 ലിറ്റർ വെള്ളമാണ് അത് കുടിക്കുന്നത് ഈ വാക്സിൻ ടൈമിൽ ഏകദേശം. അതായത് 1.5 മണിക്കൂറിനുള്ളിൽ 1400 ലിറ്റർ കംപ്ലീറ്റ് ചെയ്യും കോഴികൾ. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ 2 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നത് വെള്ളം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മൾ 100:1 എന്നുള്ള ആ റേഷ്യോയിലായിരിക്കും ഇതിൻ്റെ ആ മെഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായത് 100 ml പ്ലെയിൻ വാട്ടറിൽ 1 ml ഈ മെഡിസിൻ. അതായത് ഇപ്പം നമ്മൾ 40 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ആ വാക്സിൻ ബോക്സിൽ 40 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഏകദേശം 1400 ലിറ്റർ വെള്ളവും ഈ 40 ലിറ്റർ വാക്സിനും അതായത് മിക്സ് ചെയ്ത്, അതായത് ടോട്ടൽ 1400 ലിറ്ററാണ് കോഴിക്ക് ഇപ്പം ഈ 1.5 മണിക്കൂറിനുള്ളിൽ കുടിച്ച് തീർക്കുന്നത്, വാക്സിനുമായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നത്. നമ്മളതിലൊക്കെ ഒരു സ്റ്റാഫിന് എപ്പോഴും റൗണ്ട് ചെയ്യും. നമ്മൾ സെപ്പറേറ്റ് പാർട്ടീഷൻ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് ഫ്ലോക്കാണ്ട് വെച്ചിരിക്കുന്നതാണ് അവിടെ ഇവിടെയും. അതായത് രണ്ടും വേറെ വേറെ ഫ്ലോക്കിൽ നിന്ന കോഴികളാണ്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാഫ് എപ്പോഴും കണ്ടിന്യൂസ് റൗണ്ട് ചെയ്യും. കാരണം അല്ലെങ്കിൽ ചില കോഴികൾ ഇത് കുടിക്കാത്തതിനെ ഫോഴ്സ് ചെയ്ത് അതൊന്ന് പുഷ് ചെയ്ത് നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റാഫ്. അപ്പോഴത്തേക്ക് അത് പോയി എല്ലാ കോഴികൾക്കും വാക്സിൻ കിട്ടും നമ്മൾ ഉറപ്പ് വരുത്തണം. അത് ഓക്കെ, ശരി ഫ്രണ്ട്സ്, എന്നാൽ ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് നമ്മുടെ സിക്ക് റൂം കണ്ടത് അങ്ങ് കണ്ട സിക്ക് റൂമിലും കൂടെ വാക്സിൻ വെക്കുക. അതായത് ചെറിയ വീക്കായിട്ടുള്ള കോഴികൾ, ലെയിം ബേർഡ്സ് അങ്ങനത്തെ ഉള്ളതിനൊക്കെ സെപ്പറേറ്റ് ആക്കും നമ്മൾ. എന്നിട്ട് ആ സെപ്പറേറ്റ് ആക്കിയ ഭാഗത്തും കൂടെ വാക്സിൻ വെച്ച് കൊടുക്കും. അങ്ങനെ ഓക്കെ, ഞാൻ എന്നാൽ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.